വഹിച്ചവനേ. സാന്നിധ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. ഇന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാലമെല്ലാം കഴിയൂ, ഇന്നു കാൺമതെല്ലാം വഴിയോ. കാലമെല്ലാം കഴിയൂ, ഇന്നു കാൺമതെല്ലാം വഴിയോ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലമെല്ലാം തീർന്നു പോകും, ഇന്ന് കാണുന്നതെല്ലാം നശിച്ചു പോകും, ഇന്ന് കാണുന്നതെല്ലാം മാറിപ്പോകും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും. പിന്നെ ഒരു പുതിയ യുഗം വിരിയും. നാമോ തിരികെ വരാതെ നിത്യതയിലേക്ക് മാറ്റപ്പെടും. നാമോ തിരികെ വരാതെ അനന്തതയിലേക്ക് മാറ്റപ്പെടും. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയുഗം വിരിയും. തിരികെ വരാതെ നാം ഇതാ നിത്യതയിലേക്ക് മാറാൻ പോവുകയാണ്. കർത്താവേ, നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി, നിത്യസ്വർഗത്തിന് വേണ്ടി, നിത്യ സ്വർഗീയ ശാന്തിക്ക് വേണ്ടി എന്നെ നീ ഒരു വിശുദ്ധനാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തിരുവചനം ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 27-ാമത്തെ വാക്യം. യോസേപ്പ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ചൈതന്യം കെട്ടിരിക്കുകയായിരുന്നു യാക്കോബ്. ശിമയോൻ തിരികെ കിട്ടുമോ? ബെന്യാമീൻ തിരികെ വരുമോ? യൗസേപ്പോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. 20 വർഷം മുമ്പ് യൗസേപ്പ് മരിച്ചു. യൗസേപ്പിനെ ഏതോ കാട്ടുമൃഗം പറിച്ച് കീറി ചീന്തിക്കളഞ്ഞു. ശിമയോൻ അങ്ങ് ഈജിപ്തിൽ ബന്ധിതനാണ്. ബെന്യാമീനെ ഈ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. വരുമോ വരുമോ ഭയത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. ഭാഗ്യം, ഇതാ ബെന്യാമീനും ശിമയോനും ഉൾപ്പെടെ അവർ 11 പേരും വന്നു. യൗസേപ്പിനെ കുറിച്ച് ഇനി പ്രതീക്ഷിക്കുക വകയില്ല. യൗസേപ്പിനെ കുറിച്ച് യാതൊരു കാരണവശാലും ഇനിയും കാണാൻ ഒക്കുമെന്ന് ഒരു കാരണവശാലും ചിന്തിക്കാൻ സാധ്യമല്ല. യൗസേപ്പ് എത്രയോ വർഷം മുമ്പ് മരിച്ചു എന്നാണ് യാക്കോബിൻ്റെ ചിന്ത. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവർ മക്കൾ 11 പേരും വന്നപ്പോൾ അപ്പനോട് പറയുകയാണ്, യാക്കോബിനോട് പറയുകയാണ്, യൗസേപ്പ് ജീവനോടുകൂടി ഇരിക്കുന്നു. യൗസേപ്പ് ഈജിപ്തിലെ മേലധികാരിയാണ്. യൗസേപ്പ് മിസ്രൈമിൽ ഫറോ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഔദ്യോഗിക പദവിയിൽ വിരാജിക്കുന്ന മഹത് വ്യക്തിയാണ്. യൗസേപ്പ് ഇന്ന് അനേകം നാടുകളിൽ നിന്ന് വരുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് ധാന്യം കൊടുക്കുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീത വ്യക്തിയാണ്.
അവർ പറയുകയാണ്, യൗസേപ്പ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന്. സഹോദരന്മാർ അവർ 11 പേരും അപ്പനായ യാക്കോബിനോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 26-ാം വാക്യത്തിൽ അങ്ങനെയാണ് നാം കാണുന്നത്. അവനോട് യൗസേപ്പ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. എന്തോ ഒരു അതിശയം! വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന യൗസേപ്പ് ജീവനോടിരിക്കുന്നു. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ചൈതന്യം കെട്ട് വർഷങ്ങളായി ആ വൃദ്ധപിതാവ് കഴിയുകയായിരുന്നു. ചൈതന്യം കെട്ടിരുന്ന യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉടയവനും നാഥനുമായ കർത്താവായ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എനിക്ക് ചൈതന്യം തരണമേ. യൗസേപ്പ് ജീവനോടുകൂടി ഇരിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ യാക്കോബിന് ചൈതന്യം വന്നു. എൻ്റെ നാഥ, ഇന്ന് യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് അറിഞ്ഞ് വിശ്വസിച്ച് ചൈതന്യം പ്രാപിക്കാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം കെട്ടുപോയിട്ടുണ്ടോ? യാക്കോബിന് ചൈതന്യം വീണ്ടും കൊടുത്ത ദൈവം, യാക്കോബിന് വീണ്ടും ഒരു പുനരുദ്ധാനം കൊടുത്ത ദൈവം, ഒരു ഉദ്ധാരണം കൊടുത്ത ദൈവം, ഒരു ശ്രേയസ്സും ഐശ്വര്യവും ഉത്കർഷവും കൊടുത്ത ദൈവം ഇന്ന് കരുണയോടെ നമ്മോട് ഇടപെടുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ കാണുന്ന ദൈവം, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ വലയുമ്പോൾ നിങ്ങളെ കാണുന്ന ദൈവം, നിങ്ങളുടെ കണ്ണുനീരണിഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ഏങ്ങലടിക്കുന്ന സമയത്ത് നിങ്ങളോടൊപ്പം കരയുന്ന ദൈവം, നിങ്ങളോടൊപ്പം കണ്ണുനീർ വാർക്കുന്ന ദൈവം, സഹതാപം നിറഞ്ഞ സ്നേഹനിധിയായ കർത്താവായ യേശുക്രിസ്തു, അവിടുന്ന് നിങ്ങൾക്ക് ചൈതന്യം തരും. യാക്കോബിന് ചൈതന്യം ലഭിച്ചു. രണ്ടാമതായി നാം തിരുവചനത്തിൽ കാണുന്നത് ആർക്ക് ചൈതന്യം ലഭിക്കും? മനസ്താപമുള്ള ഹൃദയമുള്ളവർക്ക് ചൈതന്യം ലഭിക്കും. താഴ്മയുള്ള മനസ്സുള്ളവർക്ക് ചൈതന്യം ലഭിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം ലഭിക്കും. മാത്രമല്ല, തകർന്ന് മനസ്സ് താഴ്മയോടുകൂടി ഇരിക്കുന്ന മനസ്സ്, അങ്ങനെയുള്ളവർക്ക് ചൈതന്യം ലഭിക്കും. യെശയ്യാ 57:15 ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനും ആയവന് പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിന് ചൈതന്യം വരുത്തുവാൻ, മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ, മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും ഞാൻ വസിക്കുന്നു എന്ന് നിത്യനായ ദൈവം അരുളി ചെയ്യുന്നു. താഴ്മയുള്ളവരോടുകൂടെ ദൈവം വസിക്കുന്നു, മനസ്താപമുള്ളവരോടുകൂടെ ദൈവം വസിക്കുന്നു. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? അരിഷ്ടതയോടുകൂടി ഇരിക്കുന്നവൻ, മനസ്സ് തകർന്നിരിക്കുന്നവൻ, മാത്രമല്ല വചനത്തിങ്കൽ വിറയ്ക്കുന്നവനായ മനുഷ്യൻ, താഴ്മയുള്ള ഹൃദയം, മനസ്താപമുള്ള ഹൃദയം, അങ്ങനെയുള്ള മനോവിനയമുള്ളവരോടുകൂടെ വസിച്ച് ചൈതന്യം വരുത്തുന്നു. രണ്ടാമത്, മനോവിനയമുള്ളവർക്ക് ചൈതന്യം വരുത്തുന്നു. മൂന്നാമത്, നമുക്ക് വായിക്കാം തിരുവചനത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. ശിംശോൻ വീരനാണ്, ശിംശോൻ വ്രതസ്ഥനാണ്, ശിംശോൻ ശൂരനാണ്, ശിംശോൻ പരാക്രമിയാണ്. ശിംശോൻ ഇപ്പോൾ തളർന്നിരിക്കുകയാണ്. എന്താണ് ശിംശോൻ തളരാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ശിംശോൻ തളർന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷ കൊണ്ടാണ്, ദൈവിക വേലയിൽ ഉത്സാഹിച്ചത് കൊണ്ടാണ്, ദൈവവേലയിൽ അധ്വാനിച്ചത് കൊണ്ടാണ്. ദൈവവേലക്കാർ ശ്രദ്ധിക്കൂ, ദൈവവചനം പറയുന്നവർ ശ്രദ്ധിക്കൂ, ദൈവിക ശുശ്രൂഷ നിവർത്തിക്കുന്നവർ ശ്രദ്ധിക്കൂ. കൂടെ കൂടെ വെള്ളം കുടിച്ച് ചൈതന്യം പ്രാപിച്ചു കൊള്ളണം. എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവനാണ്, ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഉത്സാഹഭരിതനായി ഞാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ച് നാം ആരും സന്തോഷിക്കേണ്ട, പ്രശംസിക്കേണ്ട, സംതൃപ്തരാകേണ്ട. വേലയുണ്ടോ എങ്കിൽ ആ അധ്വാനത്തിൻ്റെ പിന്നാലെ ഒരു ക്ഷീണമുണ്ട്. ശിംശോൻ, ഞാൻ പറഞ്ഞല്ലോ, ശിംശോൻ വീരനായിരുന്നു, ശിംശോൻ
ഫെലിസ്ത്യർക്ക് പേടി സ്വപ്നമായിരുന്നു. ശത്രു സൈന്യത്തിന് ശിംശോൻ എന്ന പേര് കേൾക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കുന്ന ഭയങ്കരമായ അവരുടെ ഭീതി വിഷയമായിരുന്നു. എന്നാൽ ആ ശിംശോൻ ഇപ്പോൾ വലിയൊരു ശുശ്രൂഷ ചെയ്തു. ഫെലിസ്ത്യ സമൂഹത്തെ ശിംശോൻ കണ്ടു. ഒരു കഴുതയുടെ പച്ചത്താടിയല്ല് ശിംശോൻ എടുത്തു. കഴുതയുടെ താടിയല്ല്, പച്ചത്താടിയല്ല് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു താടിയല്ലിൻ്റെ മേന്മ കൊണ്ടല്ല, ശിംശോന്റെ മേന്മ കൊണ്ടുമല്ല. നാം അവിടെ വായിക്കുന്നുണ്ട്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തീക്ഷ്ണമായ ശക്തിയോടെ ദൈവദാസന്റെ മേൽ വന്നു. വ്രതസ്ഥനായ ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി. ഈ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങിയപ്പോൾ ശിംശോന്റെ മേലുണ്ടായിരുന്ന എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുപോയി. ബന്ധനം അഴിയും. ആത്മാവ് ഇറങ്ങുമ്പോൾ ദുശ്ശീലങ്ങൾ മാറും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദുസ്വഭാവങ്ങൾ മാറും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ചീത്ത പ്രകൃതങ്ങൾ മാറും. നമ്മുടെ ദുഷിച്ച പ്രവണതകൾ മാറും. നമ്മുടെ അഴുക്കായ ശീലങ്ങൾ മാറും. നമ്മുടെ കോപ സ്വഭാവം മാറും. നമ്മുടെ അഴുക്ക് ബന്ധങ്ങൾ മാറും. നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധ മോഹങ്ങൾ മാറും. നമ്മുടെ ചിന്തയിലുള്ള മലിന വികാരങ്ങളോ വിചാരങ്ങളോ അവയെല്ലാം മാറും. നമ്മുടെ ദ്രവ്യാഗ്രഹം മാറും. നമ്മുടെ സ്വാർത്ഥത മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈഗോ മാറും. നമ്മുടെ സ്വയം മാറും. ഞാൻ എന്നുള്ള ഭാവം മാറും. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. ശിംശോന്റെ ബന്ധനം അഴിഞ്ഞു. നാം വായിക്കുന്നത് അങ്ങനെയാണ്, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. ദൈവദാസന്റെ കൈമേലുണ്ടായിരുന്ന ശത്രു വെച്ച ചില ബന്ധനങ്ങൾ, ഫെലിസ്ത്യ സൈന്യം വെച്ച ചില ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ദ്രവിച്ചു പോയി. അവൻ്റെ ബന്ധനങ്ങൾ കത്തിപ്പോയി. അവനെ കെട്ടിയിരുന്നതായ കൈ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി തീർന്നു. ശിംശോൻ സ്വതന്ത്രനായി. അവൻ കൈ നീട്ടി ആ പച്ച താടിയെല്ലെടുത്തു. താടിയെല്ലുകൊണ്ട് അവൻ ഒറ്റ ഏറെറിഞ്ഞു. അത് ശത്രു സമൂഹത്തിന് നേരെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ആത്മാവ് ശിംശോനിൽ കൂടി പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിൽ കൂടി പ്രവർത്തിച്ചു. ഒരൊറ്റ ഏറ്. നാം വായിക്കുന്നത് അങ്ങനെയാണ്, അവൻ താടിയല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. അവനൊരു കഴുതയുടെ പച്ച താടിയല്ല് കണ്ട് കൈ നീട്ടി എടുത്തു. അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 1000 പേരെ ഒരു കഴുതയുടെ താടിയല്ല് കൊണ്ട് കൊല്ലാൻ സാധിക്കുക, അത് സാധാരണഗതിയിൽ എളുപ്പമല്ല. അത് സാധാരണഗതിയിൽ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ദൈവവൈതലേ, നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇറങ്ങുന്നു എങ്കിൽ നിന്റെ ചില പ്രശ്നങ്ങളെല്ലാം കത്തിപ്പോകും. മാത്രമല്ല, നിന്നെ നാളുകളായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ദുരാത്മബാധകൾ എമ്പാടും തീർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നിന്നെ വലച്ചുകൊണ്ടിരിക്കുന്ന ചില ശക്തികളുണ്ട്. നിന്നെ ഹിംസിച്ചു കൊണ്ടിരിക്കുന്ന ചില ബാധകളുണ്ട്. ചില ഭൂതബാധകൾ, ചില പൈശാചിക ബാധകൾ, ചില പൈശാചികമായ വേതാള കേളികൾ. ഇതെല്ലാം തകർന്നു പോകും എപ്പോൾ? നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുമ്പോൾ. മകനെ, നീ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാറുണ്ടോ? അതൊരു പൈശാചിക ബാധയാണ്. ദൈവവൈതലേ, നീ ഉറക്കത്തിൽ പിച്ചും പേയും പറയാറുണ്ടോ? നീ ഉറക്കത്തിൽ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് നീ നിലവിളിക്കാറുണ്ടോ? ഉറക്കത്തിൽ ആരോ വന്ന് നിന്റെ മൂക്കും വായും പൊത്തിപ്പിടിക്കുന്നു, അയ്യോ ശ്വാസം മുട്ടുന്നു, നീ കിടക്കയിൽ കിടന്ന് പിടയ്ക്കാറുണ്ടോ? ദൈവവൈതലേ, നീ രാത്രി ഉറക്കത്തിൽ ഒന്നും തിരിച്ചറിയാതെ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ നീ വാതിൽ തുറന്ന് നീ വെളിയിൽ പോയി നീ അതിലൂടെ ഏതെല്ലാമോ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് നീ തിരികെ വന്ന് വാതിലടച്ച് കുറ്റിയിട്ട് നീ വീണ്ടും വന്ന് കിടക്കും. പക്ഷേ നീ ഇങ്ങനെ പുറത്തിറങ്ങിയെന്നോ പോയി എന്നോ നീ ഒട്ട് ഓർക്കുകയുമില്ല. അങ്ങനെയുള്ള ബാധകൾ ഉള്ളവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം ബാധകൾ! പിശാച് മനുഷ്യരെ ഞെരടിക്കൊണ്ടിരിക്കുകയല്ലേ? സാത്താൻ മനുഷ്യരെ ഞെരിച്ചു കൊണ്ടിരിക്കുകയല്ലേ? സാത്താൻ മനുഷ്യരെ ഹിംസിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഏതെല്ലാം തരത്തിലുള്ള ബന്ധനങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിൽ. സ്നേഹിതരെ, ദൈവമക്കളെപ്പോലും ബന്ധനങ്ങൾ വലയം ചെയ്യും. ദൈവവേലക്കാർക്ക് പോലും ബന്ധനമുണ്ടാകും. വ്രതസ്ഥനായ ശിംശോന് ബന്ധനമുണ്ടായി. വ്രതസ്ഥന്മാർ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? നാളുകളായി നിഷ്ഠയോടുകൂടി ഇരിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? നാളുകളായി ഭജനവും ഉപവാസവുമായി കഴിയുന്നവരാരെങ്കിലും
ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? നാളുകളായി ജാഗരണവും ആത്മതപനവുമായി കഴിയുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സമയത്ത് ഉയരത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം ഉയർത്തണം. ഹൃദയം ഉയർത്തിയിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, ബന്ധനങ്ങളുണ്ട് എനിക്ക്. എൻ്റെ നാഥ, ഞാൻ നിൻ്റെ വേല ചെയ്തവനാണ്. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, ഞാൻ വനിതാ സമാജത്തിൽ പ്രസംഗിച്ചു, ഞാൻ അനേകരോട് സുവിശേഷം പറഞ്ഞു, ഞാൻ കൺവെൻഷൻ പന്തലുകളിൽ ഞാൻ തിരുവചനം ഘോഷിച്ചു. കർത്താവെ, ഞാൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു, ഞാൻ അനേകം ശ്രേഷ്ഠ ശുശ്രൂഷകൾ നിർവഹിച്ചു. പക്ഷേ എനിക്ക് ബന്ധനമുണ്ട്. ഒരു കോപത്തെ പോലും ജയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കോപവും വാശിയും വൈരാഗ്യവും വരുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറന്ന് എന്തെല്ലാമോ പറഞ്ഞു പോകുന്നു, എന്തെല്ലാമോ ചെയ്തു പോകുന്നു. നാഥ, മദ്യത്തിൻ്റെ അടിമയായുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുഷിച്ച ബന്ധങ്ങളുടെ അടിമയായിട്ടുള്ളവരുണ്ട്. അഴുക്കായ ജീവിതം നയിക്കുന്നവരുണ്ട്. കൊള്ളരുതാത്ത ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഊരാ കുരുക്കുകളിൽ വലഞ്ഞുലഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ യേശുവിനെ കാണുവീൻ, യേശുവിനെ നോക്കുവീൻ. ഹൃദയം ഉയർത്തി യേശുവിലേക്ക് ശ്രദ്ധ ഉയർത്തിക്കൊണ്ട് പറയുവീൻ, ആത്മാവെൻ്റെ മേൽ വരണമേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണമേ. പാപമില്ലാത്തൊരു ജീവിതത്തിന് എനിക്ക് ഭാഗ്യം നൽകണമേ. പാപമില്ലാത്തൊരു ജീവിതത്തിൻ്റെ സൗഖ്യം എനിക്ക് തരണമേ. അതിനായി കർത്താവേ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. സ്നേഹിതരെ, ബന്ധനം അഴിയുന്നത് ഒരു വലിയ പരമ സൗഖ്യമാണ്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സുഖമാണ്. ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകളെല്ലാം പൊട്ടിപ്പോകുന്നു, ബാധകൾ മാറുന്നു, പൈശാചിക ബാധകൾ തീർന്നു മാറുന്നു, സാത്താന്യ ശക്തിയുടെ ബന്ധനങ്ങളെല്ലാം അറ്റുപോകുന്നു, കയറെല്ലാം കത്തിപ്പോകുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 3 ബാലന്മാര് അന്ന് ആ തീക്കുഴിയിലൂടെ, ആ തീക്കുണ്ടത്തിലൂടെ നടക്കുകയാണ്, അഗ്നിയിൽ കൂടി നടക്കുകയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അവർ 3 പേരും തീയിൽ കൂടി നടക്കുകയാണ്. അവരെ കയ്യും കാലും കെട്ടിയിട്ടുണ്ട്. കയ്യിലും കാലിലും നല്ല കരുത്തുറ്റ കയർ കൊണ്ട് ബന്ധിച്ചാണ് അവരെ തീക്കുണ്ടത്തിലേക്ക് ഇട്ടത്. അവരെ കൊണ്ടുപോയി ഇടാൻ പോയ ഭൃത്യന്മാര്, രാജസേവകന്മാര് തീജ്വാലയേറ്റ് അവര് കത്തിപ്പോയി, അവര് വെന്ത് വെണ്ണീറായി പോയി. ഈ ബാലന്മാർ തീയിൽ കൂടി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ 3 ബാലന്മാരെയാണ് ഇട്ടത്. ഇതാ 4മതൊരുവൻ കൂടെ നടക്കുന്നു. 4 പേര് നടക്കുന്നു. രാജാവ് സേവകരോട് ചോദിച്ചു, നോക്ക്, നമ്മൾ എത്ര പേരെയാണ് ഇട്ടത്? രാജാവേ, നമ്മൾ 3 പേരെയാണല്ലോ തീക്കുഴിയിലിട്ടത്. രാജാവേ, 3 പേരെയാണല്ലോ ഇട്ടത്. ഇപ്പോൾ നോക്കൂ, 4 പേര് നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നല്ലോ. തന്നെയല്ല, 4മതൊരുവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, എന്താണ് ഉണ്ടായത്? നോക്കി, 4 പേരുണ്ട്. ഈ 4മതൊരുവൻ ആ തീയിലിറങ്ങി. ആ തീ അവർക്ക് പ്രയോജനപ്പെട്ടു. എങ്ങനെ പ്രയോജനപ്പെട്ടു? ആ തീയ് അവരുടെ ബന്ധനം കത്തിച്ചു കളഞ്ഞു. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ബന്ധനം കത്തിച്ചു കളയുന്ന സ്വർഗത്തിലെ തീ ഇറങ്ങട്ടെ. നിന്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശോധനകൾ മാറ്റിക്കളയുന്ന, പൈശാചിക ബാധകൾ നീക്കിക്കളയുന്ന, ഭൂതബാധകൾ മാറ്റിക്കളയുന്ന, വേതാളകേളികൾ മാറ്റിക്കളയുന്ന, മന്ത്രവാദ ദോഷങ്ങൾ മാറ്റിക്കളയുന്ന, കൈവിഷത്തിൻ്റെ ദോഷങ്ങൾ കത്തിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിന് തീ ഇറങ്ങട്ടെ. ദൈവ പൈതലേ, നീ സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാണെങ്കിൽ ഒരു മന്ത്രവാദത്തെയും പേടിക്കേണ്ട, ഒരു ക്ഷുദ്രപ്രയോഗത്തെയും പേടിക്കേണ്ട, ഒരു കൈവിഷബാധയെയും പേടിക്കേണ്ട. ഒന്നും നിന്നെ തൊടുകയില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഏൽക്കുകയുമില്ല എന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നു. എന്തിന് ഭയപ്പെടണം മകനെ, മകളെ, നീ എന്തിന് പേടിക്കണം? ഒരു ആഭിചാരവും നിന്നോട് എടുക്കുകയില്ല. ഒരു ശത്രുത്വം ചെയ്യുന്ന ഒരു കൂടോത്രവും നിന്നെ തൊടുകയില്ല. ഒരു ക്ഷുദ്രപ്രയോഗവും നിന്നോട് അടുക്കുകയില്ല. ധൈര്യമായി നീ ദൈവവൈതലായി നല്ല ഉല്ലാസത്തോടെ ദേശത്തിലെ ഉന്നതികളിന്മേൽ നീ നടകൊണ്ടുകൊള്ളുക. ദേശത്തിലെ ഉന്നതികളിന്മേൽ നടകൊള്ളാം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ രാജാധിരാജന് നിന്റെ ഹൃദയത്തിൽ നീ ഇടം കൊടുക്കൂ. അവൻ നിന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഇതാ ശിംശോൻ ബന്ധനം അഴിഞ്ഞു. അപ്പോഴാണ് ഈ താടിയിൽ കൊണ്ട് 1000 ഫെലിസ്തരെ നിഗ്രഹിച്ചത്. ശുശ്രൂഷ വലിയ ശുശ്രൂഷയായിരുന്നു. വലിയ ശുശ്രൂഷ. ശിംശോൻ തളർന്നുപോയി. വലിയ വേല ചെയ്യുന്ന ദൈവമക്കൾക്ക് തളർച്ച വരാം, പേടിക്കാനില്ല. തളർച്ച വന്നാൽ തളർച്ച മാറ്റാനൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തോടെ പറയട്ടെ, തളർച്ച മാറ്റുന്ന ഒരു ദൈവമുണ്ട്, ക്ഷീണം മാറ്റുന്ന ദൈവമുണ്ട്. ശിംശോന് വല്ലാതെ ദാഹിക്കുന്നു. ദൈവത്തിൻ്റെ വ്രതസ്ഥൻ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ വല്ലാതെ ദാഹിക്കുന്നു. വലിയ ദാഹം. അവിടെ വെള്ളമൊന്നും ഉള്ള സ്ഥലമല്ല.
ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് രാമത്തിലേഹി. അവിടെ വെള്ളമില്ല. ഈ രാമത്തിലേഹി ആ പ്രദേശത്തെങ്ങും ഒരു കിണറുമില്ല, വെള്ളവുമില്ല. ശിംശോൻ അവിടെ തളർന്ന് വിഷമിച്ചിരുന്നു. അയ്യോ, എനിക്ക് ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ദാഹം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, അയ്യോ ഞാനിപ്പോൾ 1000 പേരെ കൊന്നെങ്കിലും ഈ കൂട്ടര് ഇനിയും ഉള്ളവർ വന്ന് എന്നെ കൊല്ലുമല്ലോ, ഞാൻ തളർന്നിരിക്കുന്നല്ലോ, എൻ്റെ ശക്തി പോയല്ലോ. ശക്തി പോയ ദൈവവൈതലേ, നീ തളർന്നിരിക്കുന്ന സമയത്ത് ദൈവത്തെ വിളിക്കൂ, ഉടയവനെ വിളിച്ചപേക്ഷിക്കൂ. ദൈവവേലയിൽ തളർന്നു പോയവര് ആരെല്ലാം ഉണ്ട് ഇവിടെ? കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മടുപ്പും ക്ഷീണവും വന്നവര് ആരെല്ലാം ഉണ്ട്? ആത്മാവിൽ മാന്യം സംഭവിച്ചവര് ആരെല്ലാം ഉണ്ട്? ആത്മാവിൽ തളർച്ച വന്നവര് ആരെല്ലാം ഉണ്ട്? പല കാര്യങ്ങളിൽ ജീവിതം തളർന്ന്, ജീവിതം മടുത്ത്, ജീവിതം അവശമായി പോയവര് ആരെല്ലാം ഉണ്ട്? പ്രാർത്ഥിപ്പീൻ, ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിപ്പീൻ. Call upon me in the day of your trouble, I will deliver thee and thou shalt glorify my name. നിന്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്താണ് നാം കാണുന്നത്? ശിംശോൻ പറഞ്ഞു, യഹോവയോട് നിലവിളിച്ചു. അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു. 18-ാം വാക്യം, 15-ാം അധ്യായം 18-ാം വാക്യം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രധർമ്മികളുടെ കയ്യിൽ വീഴണമോ? ദൈവ പൈതലിൻ്റെ ചോദ്യമാണ്. ദൈവത്തോട് ചോദിക്കാം, ദൈവത്തോട് സംസാരിക്കാം. ഈ ഭൂമിയിൽ വെച്ച് കൃമിയായ മനുഷ്യന്, വെറും പുഴുവായ മനുഷ്യന് പ്രശ്നങ്ങൾ വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, തളർച്ച വരുമ്പോൾ ഉടയവനെ വിളിച്ചപേക്ഷിക്കാം, ദൈവത്തോട് ചോദിക്കാം, ഞാൻ ഇനി അഗ്രധർമ്മയുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ഒരു കുഴി അവിടെ പിളരുന്നു, ഒരു കുഴി പിളരുമാറാക്കി. മാത്രമല്ല, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. ശിംശോൻ കുടിച്ചു. അതുവരെ വെള്ളമില്ല അവിടെ, അതുവരെ കുഴിയില്ല അവിടെ, അതുവരെ ഉറവയില്ല അവിടെ, അതുവരെ ഊഷരമായ മണ്ണാണ്. ദൈവ പൈതലേ, ഈ നാൾ വരെയും നിന്റെ ജീവിതത്തിൽ ഊഷരമായ അനുഭവങ്ങൾ നീ വലയുകയായിരുന്നു. ചുട്ടുപഴുത്ത അനുഭവങ്ങളിൽ നീ വലയുകയായിരുന്നു. ഒരു ചെറിയ കിനിവില്ലാതെ നീ വിഷമിക്കുകയായിരുന്നു. ചെറിയൊരു കുളിർമയുടെ ഒരല്പം പോലൊരു കണിക പോലും ഇല്ലാതെ നീ വലയുകയായിരുന്നു. ഇതുവരെ നീ വലഞ്ഞ സ്ഥാനത്ത് ഇപ്പോഴിതാ ഒരു പുതിയ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. ചെങ്കടൽ പിളർന്ന ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? യോർദാൻ വറ്റിച്ച ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? പ്രിയപ്പെട്ടവരെ, കാക്കയെ കൊണ്ട് തൻ്റെ ദാസനെ പോറ്റുവാൻ മതിയായ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. യോനായെ കടലിലേക്ക് എറിഞ്ഞപ്പോൾ യോനായെ വിഴുങ്ങുവാനായി മഹാമത്സ്യത്തെ നിയമിച്ചാക്കിയ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. ആ ദൈവം സർവ്വവല്ലഭനാണ്. മകനെ, ആ ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ ഏങ്ങലടികൾ കേൾക്കുന്നുണ്ട്. മകളെ, അവൻ നിന്റെ നെടുവീർപ്പുകൾ കേൾക്കുന്നുണ്ട്. ദൈവ പൈതലേ, നീ വിശ്വസിക്കൂ. സ്വർഗത്തിലെ ദൈവം കണ്ണുനീര് കാണുന്നവനാണ്, കണ്ണുനീര് മാനിക്കുന്നവനാണ്, കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നവനാണ്. അവൻ്റെ തുരുത്തിയിൽ നിന്റെ കണ്ണുനീര് അവൻ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കുഴി വിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. ചൈതന്യം തരുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, ചൈതന്യം തരുന്ന ദൈവം. 1, യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. 2, താഴ്മയുള്ളവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ളവരുടെ മനസ്സിനും ചൈതന്യം വരുത്തുന്ന ദൈവം. 3, വ്രതസ്ഥനായ ശിംശോന് ദാഹിച്ചു വലഞ്ഞ സമയത്ത് ചൈതന്യം നൽകുവാനായി വെള്ളം ഉറവ പുറപ്പെടുമാറാക്കിയ ദൈവം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം ചൈതന്യം നൽകുന്നവനാണ്. ജീവനുള്ള ദൈവം ചൈതന്യം പകരുന്നവനാണ്. ജീവനുള്ള ദൈവം സമാധാനം തരുന്നവനാണ്. ജീവനുള്ള ദൈവം ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളൊന്ന് പകരുമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരും. നോക്കൂ, യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ്. അവിടെ നാം എന്താണ് കാണുന്നതെന്നോ? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും,
ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു, ചൈതന്യം നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ചൈതന്യം നൽകുന്നു. എന്താണ്? ആത്മാവിൽ ക്ഷീണിച്ചിരിക്കുന്നവൻ ചിറകടിച്ച് കഴുകനെ പോലെ പറക്കുമാറാക്കും. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു? നിങ്ങളുടെ ക്ഷീണം മാറ്റാൻ നിത്യനായ ദൈവം നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓരോരുത്തരുടെ അരികത്തേക്ക്, നിങ്ങളുടെ സമീപത്തേക്ക് ആണിപ്പാടുള്ള കരവുമായി യേശു വന്ന് നിൽക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ യേശുവിൻ്റെ ആ മുറിഞ്ഞ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ കരങ്ങളിലേക്ക് മകനെ നിന്റെ ജീവിതം കൊടുത്താൽ നഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ നിസ്സാര മനുഷ്യൻ്റെ ജീവിതം 17-ാമത്തെ വയസ്സിൽ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. നഷ്ടമായില്ല, ജീവിതം ലാഭമായി, ജീവിതം സമാധാനമായി, കുടുംബം ഐശ്വര്യമായി, കുടുംബം സമാധാനമായി. 17 വയസ്സ് വരെ കരഞ്ഞ് കരഞ്ഞ് വലഞ്ഞൊരു മനുഷ്യൻ ഇതാ ഇന്ന് ശാന്തിയോടെ സമാധാനത്തോടെ നിത്യനായ ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിച്ചുകൊണ്ട് സമാധാനമായി ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണമോ സമാധാനം? യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവൻ നിങ്ങളോട് വാദിക്കുന്നുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ, അവനായിട്ട് നിങ്ങളുടെ ജീവിതം വേർതിരിക്കുവീൻ, അവനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക ചൈതന്യം തരണമേ, ചൈതന്യം പ്രാപിക്കുവാൻ ഭാഗ്യം തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.